ഒരു ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് വളരെ ഒരു വലിയ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആണ്, നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ആ ഇലക്ഷൻ അടുത്തു വരുന്ന സമയത്ത് വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഹലോ പറഞ്ഞോളൂ ഷാബു, കേൾക്കാം, പറഞ്ഞോളൂ. വളരെ ഹീറ്റഡ് ആയിട്ടുള്ള പ്രചരണങ്ങളും അവിടെ ആരോപണങ്ങളും എതിരാരോപണങ്ങളും കിട്ടുന്ന എന്ത് ആയുധവും ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം പോരടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകും. അതിനിപ്പോ ഒരു സാധാരണ പ്രവർത്തകൻ ചീത്ത വിളിച്ചതായാലും ശരി, അത് എന്ത് തന്നെയാലും അത് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണത്. അത് കോൺഗ്രസിന് ഒരു ആയുധം കിട്ടിയാൽ അവരും ഉപയോഗിക്കും, തിരിച്ചും ഉപയോഗിക്കും. ഇപ്പൊ ഇദ്ദേഹം പറയുന്ന, ഇപ്പൊ ലിജു പറഞ്ഞത് ശരിയാണ്, ഞാൻ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ലക്ഷക്കണക്കിന് പ്രവർത്തകരിൽ ഒരാള് നരേന്ദ്രമോദിയെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അതിന് കോൺഗ്രസ് മാപ്പ് ചോദിക്കണോ എന്ന് ചോദിക്കുന്നതിൻ്റെ അകത്ത് ഒരു യുക്തിയുണ്ട്. ഇതേപോലെ തന്നെയാണ് ഈ രാജ്യത്ത് എന്തെങ്കിലും ബീഹാറിലോ യു പിയിലോ രാജസ്ഥാനിലോ എന്തെങ്കിലും ഒരു സാധാരണ ഒരു തെരുവിൽ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ, അല്ലെങ്കിൽ ട്രെയിനിൽ ഒരു വാക്കേറ്റം ഉണ്ടായാൽ ഉടനെ തന്നെ നരേന്ദ്രമോദി രാജിവെക്കണം, നരേന്ദ്രമോദി ഇതിന് ഉത്തരം പറയണം. അതിന് ഇവിടെ 10 ലക്ഷം രൂപയും കൊണ്ട് കേരള മുഖ്യമന്ത്രി ഹരിയാനയ്ക്ക് പോകുന്നു. ഈ കലാപരിപാടികൾ ഇവിടെ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ അഹിംസെ. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഈ നാട്ടിൽ നടക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നാൽ നരേന്ദ്രമോദി ഉത്തരം പറയണം, നരേന്ദ്രമോദി രാജിവെക്കണമെന്നുള്ള ആവശ്യം ഇവിടെ കുറെ കാലമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് മാത്രം കൊടുക്കാനുള്ള ഷാബു പറഞ്ഞു വരുന്നത്, അതായത് തെരഞ്ഞെടുപ്പ് കാലമാണ്, എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിയാൽ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഉപയോഗിക്കും എന്നുള്ളതാണ്. ശ്രീ എ റഹീം, യെസ്, ഞാൻ ഷാബുവിലേക്ക് വരാം. ഷാബു, ശ്രീ എ റഹീം, ഇവിടെ ഒരു വശത്ത് ഈ വോട്ട് കൊള്ളയ്ക്കെതിരായ പ്രൊട്ടസ്റ്റ് വലിയ തോതിൽ നടക്കുന്നതിന് വലിയ ജനസ്വീകാര്യതയുണ്ട്. അത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. ബീഹാറിൽ ഇതിനു മുമ്പുണ്ടാകാത്ത രീതിയിലുള്ളൊരു ജനകീയ ഉണർവ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അപ്പോഴും ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ഈ വരുന്ന സെപ്റ്റംബർ അവസാനമാകുമ്പോഴേക്കും അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് കുറേ അധികം ലീഗൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് നടക്കേണ്ടതുണ്ട്. 65 ലക്ഷം പേരുടെ വോട്ട് നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുവെങ്കിൽ അതിൽ ക്ലെയിം ഉന്നയിക്കേണ്ടതുണ്ട്, പരാതി കൊടുക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അതല്ലേ ആദ്യം ചെയ്യേണ്ടത്? പ്രൊട്ടസ്റ്റ് ആണോ? അല്ല, ഞങ്ങളിതെല്ലാം ചെയ്യല്ലേ. യഥാർത്ഥത്തിൽ SIR എന്നതിനെ നമ്മൾ വളരെ ലളിതമായി കാണേണ്ട ഒരു കാര്യമല്ല. അത് സാർവത്രിക വോട്ടവകാശം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ആണിക്കല്ലായ ഒരു കാര്യത്തിൻ്റെ അസ്ഥിവാരം ഇളക്കുന്നതിനെതിരായി നടക്കുന്ന പ്രക്ഷോഭമാണ്. SIR-ലൂടെ ഉദ്ദേശം വയ്ക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സാർവത്രികമായ വോട്ടവകാശത്തെ അട്ടിമറിക്കുന്നു. രണ്ടാമത്, പൗരത്വത്തെ ചോദ്യം ചെയ്യുന്നു. ഇത് 2ഉം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് 2ഉം വെൽ കണക്റ്റഡ് ആണ്, ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളുമാണ്. ഇവിടെ ഫണ്ടമെന്റൽ ഒരു ചേഞ്ചാണ് നിയോ ഫാസിസ്റ്റ് ഭരണകൂടമായ സംഘപരിവാർ ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് SIR-ലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അത് 2 കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. അതൊന്ന് ചരിത്രപരമായ തുടർന്ന് വന്ന കാര്യത്തിൽ വരുന്ന ഒരു വലിയ ഷിഫ്റ്റ്, മറ്റൊന്ന് ഫണ്ടമെന്റലായ ഒരു കാര്യത്തിന്റെ ഷിഫ്റ്റ്. എന്താ ഫണ്ടമെന്റലായ കാര്യം? ഒരു 18 വയസ്സ് പൂർത്തിയായ ഒരു പൗരനെ സംബന്ധിച്ച്, ഇന്ത്യൻ പൗരനെ സംബന്ധിച്ച് വോട്ടവകാശം എന്നത് അവന്റെ ഒഴിച്ചുകൂടാനാകാത്ത റൈറ്റാണ്, അവന്റെ അങ്ങേയറ്റത്തെ ഫണ്ടമെന്റൽ റൈറ്റാണ്. അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു വോട്ടവകാശിയാണെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം, അതിൻ്റെ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് നമ്മൾ പറയില്ലേ, ആ ബർഡൻ ഓഫ് പ്രൂഫ് വോട്ടറുടെ മേൽ ചുമത്തപ്പെടുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ SIR-ലൂടെ നടക്കുന്ന വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒളിച്ചു കിടക്കുന്ന ഷിഫ്റ്റ്.